നിങ്ങളുടെ കഴുത്തിലും അതുപോലെ തന്നെ ശരീരത്തിലൊക്കെയാണോ നിങ്ങൾ സ്പ്രേ ചെയ്യാറുള്ളത്? എങ്കിൽ നിങ്ങൾ അറിഞ്ഞോളൂ, നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് ഭാവിയിൽ വന്ധ്യത വരാമെന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. ഇതിലടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട 2 കണ്ടന്റ് ആണ് താലൈറ്റും അതുപോലെ തന്നെ പരബൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ബാധിക്കുകയും അതുവഴി നമുക്ക് ടെസ്റ്റോസ്റ്റിറോണിന്റെയും ഈസ്ട്രോജന്റെയും കൗണ്ട് കുറയാം. ഇങ്ങനെ ഈസ്ട്രോജന്റെ കൗണ്ട് കുറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സ്ത്രീകളുടെ ഓവുലേഷൻ അവതാളത്തിലാവുന്നുള്ളത്. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ആണ് കുറയുന്നതെന്നുണ്ടെങ്കിൽ പുരുഷന്മാരിൽ സ്പേമിനെ പിന്നെ ഒന്നിനും കൊള്ളില്ല. സ്പേമിന്റെ ക്വാളിറ്റി നല്ലതല്ല, സ്പേമിന്റെ കൗണ്ട് നല്ലതല്ല, അതിന് മോട്ടിലിറ്റി ഉണ്ടാവില്ല. ഇത് കുറേ അധികം പഠനങ്ങളിൽ തെളിഞ്ഞ കാര്യമാണ്. നിങ്ങൾ അച്ഛനോ അമ്മയോ ആവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ സ്പ്രേ ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമതായിട്ട് അഥവാ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വസ്ത്രത്തിൽ ഉപയോഗിച്ചോ എന്ന ഒരു പ്രശ്നവും ഇല്ല. പിന്നെ താലൈറ്റ് പാരബൻ ഫ്രീ ആയിട്ടുള്ള സ്പ്രേ ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വന്ധ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ? അതിന് പല ഡോക്ടർമാരെയും കണ്ടിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലേ? എങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കാണിച്ചോളൂ. നല്ല മികച്ച